ഈ വന്യമൃഗങ്ങൾ ജനവാസ കേന്ദ്രങ്ങളിൽ ഇറങ്ങി ആക്രമിക്കുന്നതിനെക്കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത്. അല്ലാതെ മനുഷ്യൻ കാട്ടിൽ കയറി ഈ വന്യമൃഗങ്ങളെ ആക്രമിക്കുന്നത് നമ്മൾ ആരും അംഗീകരിക്കുന്നില്ല. ജനങ്ങൾ അധിവസിക്കുന്ന ജനവാസ കേന്ദ്രങ്ങളിൽ വരുന്ന വന്യമൃഗങ്ങളെ നമ്മൾ കൈകാര്യം ചെയ്യുക തന്നെ ചെയ്യണം. അതിന് ഈ പ്രോട്ടോക്കോൾ നോക്കിക്കൊണ്ടിരുന്ന മനുഷ്യൻ്റെ ജീവൻ ഒന്നായിട്ട് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കും. ഈ മൃഗസ്നേഹികൾക്ക് മനുഷ്യനെ പറ്റിയാണല്ലോ അസ്വസ്ഥത. ഏത് മനുഷ്യനാണ് മൃഗത്തെ കാട്ടിൽ കയറി ആക്രമിക്കുന്നത്? അങ്ങനെ ആക്രമിക്കുന്നുണ്ട്, അതിനെതിരെ നടപടിയെടുക്കണം. ഞങ്ങളാരും അതിനെതിരല്ല. ജനവാസ കേന്ദ്രത്തിൽ കടന്നു കയറി ആക്രമിക്കുന്ന കാട്ടുമൃഗങ്ങൾ അക്രമകാരികളാണ്. അതിനെ നശിപ്പിക്കണമെന്നാണ് ഞങ്ങൾ പറയുന്നത്. അല്ലാതെ വെറുതെ മൃഗങ്ങളെല്ലാം കൊല്ലണമെന്ന് ആരും പറയുന്നില്ല. അതുപോലെ മനുഷ്യൻ പെരുകുന്നുണ്ടല്ലോ എന്നൊക്കെ എത്ര ബാലിശമായ വാദഗതികളാണ് ഇവരുപയോഗിക്കുന്നത്. ബഹുമാനപ്പെട്ട അലക്സ് സാർ അവിടെ പറഞ്ഞ കാര്യങ്ങൾ വളരെ പ്രസക്തമാണ്. ഇതിൻ്റെയൊക്കെ പിന്നിൽ വളരെ കൃത്യമായിട്ടുള്ള അജണ്ടകളുണ്ട് എന്ന് നമ്മൾ സംശയിക്കേണ്ടിയിരിക്കുന്നു. അത് ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്നും ഇത്തരം പ്രസ്ഥാനങ്ങളിൽ പ്രവർത്തിക്കുന്നവരുടെ ഭാഗത്തു നിന്നും. ഈ സ്കാൻഡിനേവിയൻ രാജ്യങ്ങളും അതുപോലത്തെ വികസിത രാജ്യങ്ങളിലെയും കാര്യമൊക്കെ ശ്രീ വിവേക് കെ വിശ്വനാഥ് പറയുന്നത് കേട്ടു. അദ്ദേഹം ആ സ്ഥലത്ത് പോയി താമസിച്ചിട്ടുണ്ടോ? ഇതിനെക്കുറിച്ച് വല്ല അനുഭവമുണ്ടോ? 15 വർഷം ജർമ്മനിയിൽ ജീവിച്ച അനുഭവമുള്ള ആളാണ് എനിക്കറിയാം ആ നാട്ടിലെ മൃഗങ്ങളെക്കുറിച്ചുള്ള നിയമങ്ങളും ചട്ടങ്ങളും ഒക്കെ. അതുകൊണ്ട് അനുഭവത്തിൽ നിന്നാണ് ഞാൻ പറയുന്നത്. അവിടെയൊക്കെ മനുഷ്യൻ വികസിത രാജ്യങ്ങളിൽ ചിന്തിക്കാൻ വിവേകബുദ്ധിയുള്ള മനുഷ്യന് ഈ മൃഗങ്ങൾ ഒരു പരിധി കൂടുതൽ കഴിഞ്ഞാൽ, വളർന്നു കഴിഞ്ഞാൽ എന്ന് പറഞ്ഞാൽ അവരുടെ നമ്പർ കൂടിക്കഴിഞ്ഞാൽ അതിനെ ഇല്ലായ്മ ചെയ്യാണ്ട് നിയമമുണ്ടാക്കാൻ അവർക്ക് വിവേകമുണ്ട്. എന്തേ ഇവിടെ നമ്മളിതൊന്നും മനസ്സിലാക്കാത്തത്? മനുഷ്യനാണോ മൃഗമാണോ വലുത്? മനുഷ്യജീവനും മൃഗജീവനും നേരെ വന്നാൽ ഒരു മനുഷ്യന്റെ ജീവനാണ് പ്രാധാന്യം കൊടുക്കേണ്ടതെന്ന് ബഹുമാനപ്പെട്ട കോടതികൾ ഇവിടെ പറഞ്ഞിട്ടുണ്ട്. അതെന്തേ ഈ മൃഗസ്നേഹികൾ മനസ്സിലാക്കാത്തത്?